വാർത്തകളിലേക്ക്. ഗസ പിടിച്ചെടുക്കാനുള്ള കരയാക്രമണം തുടങ്ങി ഇസ്രായേൽ. ഇന്ന് മാത്രം 60-ലധികം പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി. ഗസയിൽ ആസൂത്രിത വംശഹത്യയാണ് നടക്കുന്നതെന്ന് UN അന്വേഷണ സംഘം കണ്ടെത്തി. ഗസയിലേക്കുള്ള ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില യാത്ര പുനരാരംഭിച്ച് അന്താരാഷ്ട്ര ജലാതിർത്തിയിലെത്തി. BK സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, ക്രൂരത തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള നീക്കം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് ഇസ്രായേൽ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് കരയാക്രമവും അതേപോലെ തന്നെ വ്യോമാക്രമവും ഒരുമിച്ച് നടക്കുന്നു എന്നുള്ളതാണ്. അനവധി പേർ കൊല്ലപ്പെടുന്നു. ഓരോ കെട്ടിടങ്ങളും ഒന്നൊന്നായി നിരപ്പാക്കുകയാണ്. ആ കെട്ടിടങ്ങൾക്കുള്ളിൽ സാധാരണക്കാരാണ് അധിവസിക്കുന്നത്. അവരെല്ലാവരെയും ഒന്നൊടുക്കിക്കൊണ്ടാണ് പുതിയ അധിനിവേശം ഗസ സിറ്റിയിൽ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിന് ശേഷം മാത്രം 62ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. നിരവധി ആളുകളുടെ മരണം ഇനിയും സ്ഥിരീകരിക്കാനുണ്ട്. ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും 100ഓളം പേർ കൊല്ലപ്പെടും എന്നുള്ള സാഹചര്യം വിവിധ ഏജൻസികൾ പറയുന്നു. കാരണം അത്രയും വലിയ ആക്രമണമാണ്. ഇതുവരെ ഗസ സിറ്റി കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ആക്രമണമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ഗസ സിറ്റി പിടിച്ചെടുക്കുമെന്ന് മാത്രമല്ല, ഈ യുദ്ധം അവസാനിക്കുന്നത് വരെ, അതായത് പൂർണ്ണമായും വിജയം കൈവരിക്കുന്നത് വരെ ഈ ആക്രമണം തുടരുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന് നേർക്ക് എല്ലാവിധ ഒത്താശയും കഴിഞ്ഞ ദിവസം മാർക്കോ റൂബിയോ ടെൽ-അവീവിലെത്തി, ജെറുസലേമിലെത്തി നെതന്യാഹുവിന് നൽകുന്നത് നമ്മൾ കണ്ടു. അവിടെയും മാർക്കോ റൂബിയോ പറഞ്ഞത് യുദ്ധലക്ഷ്യങ്ങൾ നേടുന്നതുവരെ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ ലോകം മുഴുവനും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുമ്പോഴും അമേരിക്കയുടെ സമ്പൂർണ്ണമായ സഹായത്തോടു കൂടിയാണ് ഈ അധിനിവേശം അതിന്റെ പാരമ്യത്തിൽ എത്തുന്നത്. മറുഭാഗത്ത് UN-ന്റെ ഒരു റിപ്പോർട്ട് എന്ന് വന്നിട്ടുണ്ട്. അത് ഏറ്റവും ആശങ്കാജനകമാണ്. കാരണം ലോകത്തിന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യയാണ് എങ്കിൽ പോലും UN-ന്റെ പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ എല്ലാവിധ തെളിവുകളോടും കൂടി ഇന്ന് അതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്താണ് ഗസയിൽ നടക്കുന്നത്, ആസൂത്രിതമായ വംശഹത്യകൾ എങ്ങനെയാണ് അരങ്ങേറുന്നത് എന്ന് അക്കമിട്ട് തന്നെ UN-ന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഗസയിലേക്ക് വരുന്ന ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില എന്ന കപ്പൽ, ആ കപ്പൽ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുന്നു. ഗസയിലേക്ക് വരികയാണ്. ലോകത്തിന്റെ ആകെ ശ്രദ്ധാകേന്ദ്രമാണ് ഇപ്പോൾ ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില എന്ന് നമുക്കറിയാം. അത് അന്താരാഷ്ട്ര ജലാതിർത്തിയിലേക്ക് എത്തി വീണ്ടും യാത്ര തുടരുകയാണ്. ഗസ സിറ്റിയിലേക്ക്, ഗസയുടെ തീരത്തേക്കാണ് ഈ കപ്പൽ യാത്ര തുടരുന്നത്. ഈ കപ്പലിൽ 40ഓളം കപ്പലുകൾ ഇപ്പോൾ പങ്കാളികളായി കഴിഞ്ഞു. ഇനിയും കുറച്ച് കപ്പലുകൾ കൂടി വിവിധ ഭാഗങ്ങൾ അതിന്റെ ഭാഗമാകുന്നു. ഏതായിരുന്നാലും ഇന്നത്തെ ദിവസം ഗസയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കാരണം വടക്കൻ ഗസ ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള അതിക്രമങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നു. സാധാരണ രീതിയിൽ രാത്രി മാത്രമാണ് വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്താറുള്ളത്. രാത്രിയിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഗസ സിറ്റി പൂർണ്ണമായും പിടിച്ചെടുക്കും എന്ന ലക്ഷ്യത്തിൽ അവിടേക്ക് ആക്രമണം നടക്കുന്നു. അതേ സമയത്ത് ടെൽ-അവീവിലും ജെറുസലേമിലും നമ്മൾ കാണുന്നത് ഈ ഒരു ആക്രമണം, അതായത് ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 10,000 തെരുവിൽ പ്രതിഷേധം നടത്തുന്നതാണ്. കാരണം അവർക്കറിയാം ഈ ഗസ സിറ്റി ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ബന്ദികൾ, അത് 20 പേരാണ് ജീവനോടെ ഉള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ ആളുകൾ കൂടി കൊല്ലപ്പെടും എന്ന് അവർ കരുതുന്നു. അങ്ങനെയാണ് നെതന്യാഹുവിന്റെ ഓഫീസിന് മുമ്പിൽ അടക്കം വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേലിനുള്ളിൽ നടക്കുന്നത്. അതാണ് സുഹേൽ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് ഇത് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ പലായനം ഏതാണ്ട് ഗസ സിറ്റിയുടെ തന്നെ പടിഞ്ഞാറ് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ ടെന്റ് നിർമ്മിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. ആ മനുഷ്യരുടെയൊക്കെ അവസ്ഥ, ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ വരുന്നത്? പിന്നെ നമുക്കറിയാം, ഗസ സിറ്റി എന്ന് പറയുന്നത് ഗസയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന, തിങ്ങി താമസിക്കുന്ന ഒരു നഗരമായിരുന്നു. അവിടുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും പലായനം ചെയ്യുന്നു. കുറേ പേർ പലായനം ചെയ്ത് കഴിഞ്ഞു. അവശേഷിക്കുന്ന ആളുകളെ കൂടി കൊന്നൊടുക്കും, പൂർണ്ണമായും കൊന്നൊടുക്കും. ജീവനോട് കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മാറണം എന്നാണ് ഇസ്രായേൽ ഭീഷണി മുഴക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹം വിവിധ രാജ്യങ്ങളിൽ ഇന്ന് എങ്ങുമില്ലാത്ത രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എല്ലായിടത്തും വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ വീക്കെൻഡിലെല്ലാം വിവിധ നഗരങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇനി UN-ന്റെ അടക്കമുള്ള പ്രത്യേകമായുള്ള സമ്മേളനം, ഫലസ്തീനിലേക്ക് മാത്രമായി, ഫലസ്തീൻ പ്രശ്നം മാത്രമായി ഉന്നയിച്ചുകൊണ്ടുള്ള UN-ന്റെ പ്രത്യേക സമ്മേളനം UN പൊതുസഭയിൽ നടക്കാനിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങൾ ആ സമ്മേളനത്തിൽ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതേപോലെ തന്നെ കാനഡ അടക്കമുള്ള അമേരിക്കൻ രാജ്യങ്ങൾ, ഇവരെല്ലാവരും തന്നെ അറിയിച്ചിരിക്കുകയാണ്. അടുത്ത UN-ന്റെ
പൊതുസഭയിൽ നടക്കാനിരിക്കുന്നത് ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കും. അതോടൊപ്പം ഇസ്രായേലിനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ആളുകൾ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ്. ഈ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ എങ്ങനെ അതിനെ അതിജീവിക്കണം എന്നുള്ള വിഷയത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടണം എന്നാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രാലയത്തിന് കീഴിലുള്ള പ്രത്യേക സമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത്. പക്ഷേ അത്തരം ഒറ്റപ്പെടുകളെല്ലാം ഉണ്ടാകുമ്പോഴും അമേരിക്കയുടെ സമ്പൂർണ്ണമായ സഹായം ഈ വിഷയത്തിൽ ഇസ്രായേലിന് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വംശഹത്യയും അതേപോലെ തന്നെ ഈ വലിയ അധിനിവേശവും തുടരുന്നത്. നമുക്കറിയാം ഗസയിലേക്ക് വെള്ളവും ഭക്ഷണവും എത്തിയിട്ട് 2-3 മാസം കാലമായി. അതിന് പുറമെയാണിപ്പോൾ ഒരു പ്രദേശത്തെ ഒന്നാകെ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തി മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാവുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. അതായത് ഇനിയിപ്പോ ഒഴിഞ്ഞു പോകാത്ത, അവിടുന്ന് മാറിപ്പോകാത്ത ആളുകളിലേക്ക് ഈ വെള്ളം, ഭക്ഷണം, മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്താതിരിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകളും ഉണ്ടല്ലേ? പൂർണ്ണമായും ഗസ സിറ്റിയിലേക്ക് ഇനി ഒരു തുള്ളി വെള്ളമോ ഒരു പാക്കറ്റ് ഭക്ഷണമോ അല്ലെങ്കിൽ ഒരു അവശ്യ വസ്തുക്കളോ ഒന്നും തന്നെ കടത്തിവിടില്ല എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചതാണ്. അതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഈ ആളുകൾ മുഴുവനും ഇനി 2 മേഖലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒന്ന് അൽമവാസിയാണ്, മറ്റൊന്ന് റഫയാണ്. ഈ 2 ഇടങ്ങളിലേക്ക് ഇവരെല്ലാവരെയും മാറ്റിപ്പായിച്ച് അവിടേക്ക് എത്തിക്കുക. അവിടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് തുടങ്ങുക. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത രൂപം അടച്ചുപൂട്ടുക. അവരെ ഏതെങ്കിലും പുതിയൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാനുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് ഇസ്രായേലിൻ്റെ ഒരു ഗ്രേറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ആ പ്ലാൻ നടക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഗസ സിറ്റിയിൽ അവശേഷിക്കുന്ന ആർക്കും തന്നെ ഇനി ഒരിക്കലും ഒരു ജീവൻ ഉണ്ടാവില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇതിനെതിരെ ഇസ്രായേലി സേനയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധങ്ങളുണ്ട്. കാരണം അത് അത്ര പെട്ടെന്ന് ഈ ഗ്രൗണ്ട് ഇൻവേഷൻ, പ്രത്യേകിച്ചും കരയുദ്ധം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കടന്നു പോകാൻ സാധിക്കുന്നതല്ല. കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ പ്രതിരോധങ്ങൾ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡിൽ നിന്നും ലഭിക്കുകയുണ്ടായി. നിരവധി സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഗസ സിറ്റിയുടെ ഹൃദയഭാഗത്തേക്ക് കടക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്രതിരോധമാണ് ഹമാസിന് ഒരുക്കാൻ സാധിക്കുക എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്നത്. അതേപോലെ തന്നെ ഹമാസിന്റെ ശക്തി കേന്ദ്രമാണ് ഗസ സിറ്റി. തകർന്നാൽ ഹമാസ് തകർന്നു എന്നുള്ളതാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ഒരു നെഗറ്റീവ്. പക്ഷേ അതോടുകൂടി തകരുമോ, കൂടുതൽ പ്രതിരോധങ്ങൾ ഉണ്ടാവുമോ, ഏതൊക്കെ തരത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ശരി സുഹൈൽ.